ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ക്രൈസ്റ്റ് ചർച്ചിന് അടുത്തുള്ള ലിറ്റിൽടൺ ടൗൺ കാണാനാണ്. അപ്പോൾ ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്നത് നമ്മളൊരു വലിയ മല എടുത്താൽ അതിൻ്റെ ഒരു സൈഡ് ക്രൈസ്റ്റ് ചർച്ചും അതിൻ്റെ അപ്പുറ സൈഡ് ലിറ്റിൽടണും ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചുരം കയറി പോകുന്നില്ല, അല്ലെങ്കിൽ ടണൽ വഴി പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഈ മലയുടെ കുറുകെ. അപ്പോൾ ആ ടണൽ വഴിയാണ് നമ്മൾ അപ്പുറമുള്ള ലിറ്റിൽടൺ കാണാൻ പോകുന്നത്. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് അവിടെ മാർക്കറ്റ് ഉണ്ട്, ലിറ്റിൽടൺ ഫാമേഴ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതും കാണാം. പിന്നെ പറ്റിയാൽ അതിനടുത്തൊരു നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട്. വലിയ വാട്ടർഫോൾ ഒന്നുമല്ല, ചെറിയൊരു വാട്ടർഫോൾസ് ആണ്. അപ്പോൾ അതും കണ്ടിട്ട് ഇന്നത്തെ യാത്ര നമുക്ക് അടിപൊളിയാക്കാം. സോ ലെറ്റ്സ് ഗോ. അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്നും ഒരു 20-25 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ലിറ്റിൽടൺ എന്ന സ്ഥലത്തെത്താൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ മല കണ്ടോ, അതിൻ്റെ അപ്പുറ സൈഡിലാണ് ലിറ്റിൽടൺ. അപ്പോൾ നമുക്ക് രണ്ട് വഴിയുണ്ട് അവിടെ എത്താൻ. ഒരു ചെറിയൊരു ചുരം പോലത്തെ വഴി കയറി ചുരം ഇറങ്ങിയിട്ട് നമുക്ക് ലിറ്റിൽടണിലെത്താം. അല്ലെങ്കിൽ ഇവിടെ ഒരു ടണലുണ്ട്, ക്രൈസ്റ്റ് ചർച്ച് ലിറ്റിൽടൺ ടണൽ. ആ ടണൽ വഴിയും നമുക്ക് ലിറ്റിൽടണിലോട്ട് പോകാം. അതാണ് ഇച്ചിരി കൂടി എളുപ്പമുള്ള റൂട്ട്, പെട്ടെന്ന് എത്താം. ന്യൂസിലാൻഡിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ഈ ക്രൈസ്റ്റ് ചർച്ച് ലിറ്റിൽടൺ ടണൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ നീളം ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ 1962 ഇതിൻ്റെ പണിയെല്ലാം തുടങ്ങിയത്. 1964 ഇത് പബ്ലിക്കിന് ഓപ്പൺ ചെയ്തത്. പക്ഷേ ഈ റീസെൻ്റ് ആയിട്ടെല്ലാം ഇതെല്ലാം വീണ്ടും അതിൻ്റെ നവീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അവരെല്ലാം ടണലിൻ്റെ അകത്തെല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് ടണലിൻ്റെ അകത്ത് ഡ്രൈവ് ചെയ്യുക എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. അപ്പോൾ അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട്, അവരതെല്ലാം മോണിറ്റർ ചെയ്യുന്നതാണ്. ഞങ്ങൾ ലിറ്റിൽടണിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഭയങ്കര പ്രശ്നമായിരുന്നു, നല്ല തിരക്കാണ്, ഇഷ്ടംപോലെ ആൾക്കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ടാണ് പാർക്കിംഗ് കിട്ടിയത്. അവിടെ പാർക്ക് ചെയ്തിട്ട് താഴത്തോട്ട് നടന്നു വരികയാണ്. അപ്പോൾ ആ വ്യൂ കണ്ടോ, ഫ്രണ്ടിലുള്ള വ്യൂ. ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഹാർബർ ഇവിടെയാണ്. ഈ വലിയ കണ്ടെയ്നർ ഷിപ്സും അതുപോലെയുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുവരുന്ന വലിയ ക്രൂസ് ഷിപ്പൊക്കെ വരുന്നത് എല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ ഇവിടുന്നാണ് പിന്നെ അൺലോഡിങ്ങും ലോഡിങ്ങും എല്ലാം നടക്കുന്നത്. ഈ ക്രൈസ്റ്റ് ചർച്ചിൻ്റെ മെയിൻ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്, ഈ ഷിപ്പ് വരുന്നതിൻ്റെ മെയിൻ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ലിറ്റിൽടൺ ആണ്. ഇവിടെ മാത്രമാണ് ഈ കപ്പൽ കരയോട് ഏറ്റവും അടുക്കത്തുള്ളൂ. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന്. നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ആകാശമെല്ലാം തെളിഞ്ഞ ആകാശമാണ്, നല്ല വ്യൂ ആണ്. താഴത്തോട്ട് നോക്കുമ്പോൾ കണ്ടോ. അപ്പോൾ ഇതാണ് ലിറ്റിൽടൺ സാറ്റർഡേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ചർച്ചിൽ നമ്മളൊരു സാറ്റർഡേ മാർക്കറ്റ് പോയിരുന്നു. അവിടെ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലിറ്റിൽടൺ മാർക്കറ്റ്. ക്രൈസ്റ്റ് ചർച്ചിൽ മെയിനായിട്ടും ഫുഡ് പ്രോഡക്റ്റ്സ് ആയിരുന്നു, ഹോം മെയ്ഡ് ഫുഡൊക്കെ ആയിരുന്നു അവിടെ സെൽ ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ ലിറ്റിൽടൺ മാർക്കറ്റ് കുറച്ചും കൂടിയും വലുതാണ്. ഇവിടെ ആക്രി പീക്രി എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും. പച്ചക്കറി തൊട്ട് വീട്ടിലുപയോഗിക്കുന്ന യൂസ് സാധനങ്ങളായ സ്പൂൺസ്, കത്തി, പിന്നെ പിള്ളേർക്കുള്ള ടോയ്സ്, പിന്നെ ക്ലോത്ത്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഞങ്ങൾ മൊത്തത്തിലൊന്ന് റൗണ്ട് അടിച്ച് കാണാൻ പോകണം, എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. പറ്റിയ ചിലത് എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് മേടിക്കാനും പ്ലാൻ ഉണ്ട്. Thank you. Well, thank you very much, and I hope you enjoy. Thank you. You too. Okay, have a This good is day. incense sticks. Handmade. Oh. Are these made here or? No, don't think so. No, the volume isn't here to be able to do it. Made in India. Let's see. അപ്പോൾ ഞങ്ങളെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ നാട്ടിൽ അഗർബത്തി ഇല്ലേ, ചന്ദനത്തിരി പോലത്തെ സാധനമൊക്കെ ഉണ്ട്, കത്തിച്ച് വയ്ക്കാൻ പറ്റുന്ന കുറേ പെർഫ്യൂമെല്ലാം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ, ക്യാൻഡിൽസ് എല്ലാം. അപ്പോൾ അതാണ് വാങ്ങിയത്. നിഷിക്ക് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ മോസ്റ്റ് പ്രൊഡക്ട്സും നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഞങ്ങളൊരു അഗർബത്തി പോലത്തുള്ളൊരു സാധനം നോക്കിയപ്പോൾ അതെല്ലാം മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് അവിടെ കണ്ടത്.
ഇവിടെ കണ്ടു 2 അപ്പച്ചന്മാർ ഇന്ന് നല്ല ബാൻഡ് മേളൊക്കെ നടത്തുന്നുണ്ട്. കുറച്ച് നേരം അതൊക്കെ ഒന്ന് കേട്ട് നിന്ന് ഇത് കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാണ്. ഇഷ്ടംപോലെ ഫുഡ് കോർട്ടെല്ലാം ഉണ്ട്. നമ്മൾ ക്രൈസ്റ്റ് ചർച്ചിൽ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ സാൻഡ്വിച്ചും ബർഗേഴ്സും അതുപോലെ ഹോം മെയ്ഡ് ബ്രെഡ്സും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒലീവ്സൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ ഇവിടെ, ഇതിന് എലിഫൻറ്റ് ഗാർലിക് എന്നാണ് പറയുന്നത്. നല്ല വലിപ്പമുള്ള വലിയ ഗാർലിക്കാണിത്. കാണാൻ നല്ല സെറ്റപ്പാണ്. അപ്പം നിഷിക്ക് ഇവിടുന്ന് കുറച്ച് ബ്രെഡ് മേടിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ പല ഫ്ലേവേഴ്സിലുള്ള ബ്രെഡും അവൈലബിൾ ആണ്. ഇപ്പോൾ ചില കൗണ്ടേഴ്സിലൊന്നും അവർ ക്യാഷ് മാത്രമേ എടുക്കൂ, കാർഡ് എടുക്കില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ കയ്യിൽ പൈസ എല്ലാം കരുതണം. ഇപ്പോൾ ഈ ഒരു വലിയൊരു ലോഫിന് $5 ഇവിടെ ചാർജ് ചെയ്യുന്നത് അവർ. Smarty sourdough, walnut bush honey sourdough, rice sourdough, multigrain sourdough. Walnut bush honey? That's $5.50, thank you. Of course we do. You can bring your tiara, all sorts here. What's the brown one there? ഇവിടെ കൊണ്ട കുറച്ച് ഫ്ലവേഴ്സ് എല്ലാം കുറച്ച് ചീപ്പായിട്ട് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു നിഷി. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് വീട്ടിലോട്ട് വാങ്ങുകയാണ്. അവർ പറയുന്നത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വീക്സ് ഇരിക്കുമെന്നാണ് പറയുന്നത് അവർ. നമ്മൾ ഇടയ്ക്ക് അതിൻ്റെ സ്റ്റെം ഇടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുന്നു. And you can do that every 3 days and it'll last longer. They should last up to 4 weeks if you keep trimming them and changing. Yeah. Yeah, so both your points at the same time. Both so well. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പ് തുടങ്ങി. ഇവിടെ ഇപ്പോൾ ഒരു 12 മണി 12:30 ആയി. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് പിസ്സ മേടിക്കാൻ വേണ്ടി പുറത്തൊരു കൗണ്ടർ ഇട്ടിട്ടുണ്ട്. ശരിക്കും റെസ്റ്റോറൻറ്റ് അതിൻ്റെ പുറകിലാണ്. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാൻ ഡൈനിങ് എല്ലാം ചെയ്യാം. ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ് അതിൻ്റെ അകത്തെല്ലാം. അതല്ലെങ്കിൽ ഇവിടെ ഈ പുറത്തുള്ള കൗണ്ടറിൽ നമുക്ക് ഈ ഒരു സ്ലൈസ്, ഇതുപോലെ ഒരു സ്ലൈസ് $5 ഒരു സ്ലൈസിന് ചാർജ് ചെയ്യുന്നത്. അത് വാങ്ങിയിട്ട് നമുക്ക് പുറത്ത് അവിടെ എല്ലാം ബെഞ്ചെല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ഇരുന്നെല്ലാം കഴിക്കാം. ഇത് നല്ല പിസ്സയായിരുന്നു, $5 വേർത്താണ്. നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിൽ നിന്നും മേടിക്കുന്ന പിസ്സയെല്ലാം ഭയങ്കര മോശമാണ്, ഭയങ്കര തല്ലിപ്പൊളിയാണ്, വെറുതെ കാശ് കൊടുക്കുക എന്നുള്ളൂ. പക്ഷേ ഇത് നല്ല പിസ്സയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് മുകളിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അവിടെ നടന്നു പോയിട്ട് അവിടുത്തെ വ്യൂ എല്ലാം നിങ്ങളെ കാണിക്കാം. ഈ ലിറ്റിൽട്ടൺ ഹാർബറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. അവിടെ 2 ഷിപ്പെല്ലാം വന്ന് കിടക്കുന്നുണ്ട്, കണ്ടെയ്നർ ഷിപ്പാണ് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ വ്യൂ എല്ലാം നമുക്ക് മുകളിൽ നിന്നും കാണാം. പിന്നെ ഞങ്ങൾ താഴെ നടന്നു പോകുന്നുണ്ട്, താഴത്തു നിന്നുള്ള വ്യൂ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞങ്ങളിനി തിരിച്ച് താഴോട്ട് പോവുകയാണ്. ആ കപ്പലിൻ്റെ അടുത്ത് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പോയിട്ട് അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേയിൽ ഇതുപോലത്തെ ഒരു റൂട്ട് കണ്ട്, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമ്മളപ്പോൾ അത് ട്രൈ ചെയ്യണം. അത് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണ്ടേ. അപ്പോൾ അതുവഴി ഒന്ന് ഇറങ്ങിയിട്ട് അപ്പുറം ടൗണിൻ്റെ അപ്പുറം ഭാഗത്ത് എത്താമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കൂടെ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇതാണ് ലിറ്റിൽട്ടൺ ഹാർബർ. അവിടെ 2 ഷിപ്പ് കിടക്കുന്നത് കാണാം. പിന്നെ ആ മലയുടെ താഴ്വാരം കണ്ടോ, ആ മലയുടെ സൈഡെല്ലാം അതാണ് ലിറ്റിൽട്ടൺ ടൗണ്. ആ മലയുടെ അപ്പുറമാണ് ക്രൈസ്റ്റ് ചർച്ച് സിറ്റി.
ഇപ്പോൾ ഇവിടെയെല്ലാം ഫെറി സർവീസ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്തെല്ലാം ചെറിയ ചെറിയ ഐലൻഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടെല്ലാം പോകാൻ ഇവിടുന്ന് ഫെറി സർവീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഫെറി ബോട്ട്സാണ് അവിടെ കാണുന്നതെല്ലാം. അപ്പോൾ ഓൺ ദ വേയിൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു ബേ ഉണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകാനാണ് പ്ലാന്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ആ വാട്ടർഫോൾസ് എല്ലാം കാണാം. ഒരു പ്രൈവറ്റ് പാർക്ക് ഉണ്ട് ഇവിടെ, ഓർട്ടൺ ബ്രാഡ്ലി പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ നല്ല സെറ്റപ്പ് സീനെല്ലാം കാണാമെന്ന് വിചാരിച്ചു. പക്ഷേ ഓൾറെഡി ഇവിടെ 2 മണി കഴിഞ്ഞു. ഇനി അവിടേക്ക് ഒരു 1/2 hour ഡ്രൈവ് ഉണ്ട്. പിന്നെ ആ പ്രൈവറ്റ് പാർക്ക് 5:30 ക്ലോസ് ചെയ്യും. ആ വാട്ടർഫാളിലോട്ട് 2.5 മണിക്കൂർ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി അങ്ങനെ ഹറി ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ചെയ്യുമ്പോൾ നല്ല വൃത്തിയിൽ ചെയ്യണം, നല്ല വീഡിയോസൊക്കെ എടുക്കാൻ നല്ല സമയം വേണം. അപ്പോൾ ഞങ്ങൾ ആ യാത്ര പിന്നൊരു ദിവസം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ബേയും കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റിയാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് പാർക്കിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. അതുപോലെ ഓട്ടോമാറ്റിക്സ് ബസ് എന്ന് പറയുന്നത് സൗത്ത് ഐലൻഡിലെ ആരോ ടൗണിലാണ്. അതിൻ്റെ വീഡിയോയും ഉടനെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.